ഇത് എന്തോന്നാടാ ഇത്? എന്നെ സിദ്ധു, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിനക്ക് മനസ്സിലായോ? ഇങ്ങോട്ട് കൂടുതൽ ചോദ്യം ഒന്നും വേണ്ട, ഞാൻ പറഞ്ഞ കേട്ടാ മതി. നീ എന്തിനാ അച്ഛനമ്മേനൊക്കെ വിളിച്ച് ചോദിക്കാൻ നിൽക്കുന്നേ? ഞാൻ പറഞ്ഞിട്ടൊന്ന് വിശ്വാസാവുന്നില്ലേ? ആ ആയിക്കോട്ടെ, ശരി, ഞാൻ കുഴിപ്പടത്ത് എത്തിയിട്ട് വിളിക്കാം. ആ എന്ത് കിടിക്കണേ? അളിയനെ വിളിച്ച് തലേണ മന്ത്രം ഓതി കൊടുത്താണ് അല്ലേ? തലേണ മന്ത്രോ? ഞാൻ ആവശ്യമില്ലാത്തൊന്നും പറയണ്ടൊന്നുമില്ല. ആവശ്യമില്ലാത്തത്? ഈ പറഞ്ഞതിനകത്ത് എന്തോടും ആവശ്യമുള്ളത്? ഈ തല്ലിന്റെ ആവശ്യം എന്താണ്? എന്താണ് ഇതിന്റെയൊക്കെ ആവശ്യം? ഇത് മൊത്തം ആവശ്യമില്ലാത്തല്ലേ? പിന്നെ എന്റെ അമ്മായിയമ്മ നമ്മളെ കുറ്റം പറഞ്ഞാൽ ഞാൻ മൊത്തം കേട്ടോണ്ടിരിക്കണോ? ആര് കുറ്റം പറഞ്ഞ്? എന്റെ പൊന്നിലെ ചേച്ചി, അമ്മ പറഞ്ഞു തരുന്ന വെച്ചാല് നമ്മുടെ വീടാണല്ലോ അവിടെ പണിയുന്നത്. അപ്പൊ അവരിവിടെ കയറി നിന്ന് കഴിഞ്ഞാല് പണിക്കാരാണ് പണിയുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പണിയേണ്ട സാധനം നമ്മുടെ നോട്ടം എത്തിയില്ലെങ്കിൽ ഇങ്ങനെ പണിഞ്ഞു വെക്കും. മനസ്സിലായോ? അതൊന്നും അല്ല പ്രശ്നം. എടാ, സംതിങ് ഫിഷി വിത്ത് അമ്മുമ്മ. അമ്മുമ്മയുടെ പഴയ സ്വഭാവം ഒന്നും അല്ല ഇപ്പോ. സ്വഭാവത്തിന് എന്തൊക്കെയോ മാറ്റങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നണതേ, ഒരു വീടിന്റെ അകത്ത് ഒരുപാട് ആൾക്കാരെ കാണുന്നത് അമ്മുമ്മയ്ക്ക് അത്ര പിടിക്കുന്നില്ലെന്ന് തോന്നുന്നുണ്ട്. നീ ശ്രദ്ധിച്ചില്ല ആ ഒരു മാറ്റം? വല്ലാണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. അത് മാത്രമല്ല, കുഴിപ്പളത്തെ അച്ഛന്റെ അടുത്തും അമ്മയുടെ അടുത്തും അമ്മുമ്മയ്ക്ക് എവിടെയോ ചെറിയൊരു നീരസം കിടപ്പുണ്ട്. അതൊക്കെ പറയാനുണ്ടോ? ഇതൊന്നും കേട്ടോണ്ട് അമ്മ പോരും കാരണം അടിച്ച് പോയി. ചേച്ചിയുടെ ഇപ്പോഴത്തെ പ്രശ്നം, ചേച്ചി ഇങ്ങനെ ആലോചിച്ച് വലിയൊരു കൊട്ടാരം പണിഞ്ഞെങ്കിൽ വെക്കും. ആ പോടെ, മനുഷ്യയുടെ വേറെ പരിപാടിയുണ്ട്. കൊട്ടാരം പണിഞ്ഞ് വെക്കും. കൊട്ടാരം പണിഞ്ഞു വേണ്ട. അതെ, എന്നെ ഇവിടെ വിളിച്ചു വരുത്തി ഇരുത്തിയിട്ട് ഒരു 5-10 മിനിറ്റായി. കാര്യം എന്താന്ന് ഇതുവരെ പറഞ്ഞില്ല. ഇതിന് മാത്രം എന്താ ആലോചിക്കണേ? കാര്യമുണ്ട്. എന്താ? സീതേ, ഞാനേ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് മട്ടൻ മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മട്ടൻ സൂപ്പ് കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഇപ്പം കർക്കിടകമാണ്, മട്ടൻ സൂപ്പ് ശരീരത്തിന് ബെസ്റ്റ് ആയിരിക്കുള്ളൂ. എൻ്റെ വായിരിക്കൊന്നും കേൾപ്പിക്കല്ല ഏട്ടാ. നിങ്ങൾ എന്നെ വിളിച്ചിരുത്തി ഇത്ര ആലോചിക്കുന്ന കണ്ടപ്പോഴത്തേനും വീട് പണിയുടെ കാര്യം എന്താ പറയാനാന്നാ വിചാരിച്ചത്. വീട് പണി അത് പണിക്കാർ നോക്കിക്കോളൂ സീതേ. കോൺട്രാക്ടർക്ക് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ പൈസയും കൊടുക്കുന്നുണ്ട്. പിന്നെന്താ? മട്ടൻ സൂപ്പ് നമ്മൾ തന്നെ ഉണ്ടാക്കണം, എന്നാലേ കഴിക്കാൻ പറ്റുള്ളൂ. ഇതെങ്ങനെ സാധിക്കും ഏട്ടാ ഇങ്ങനെയൊക്കെ പറയാൻ? നിസ്സാര പണിയുള്ളൂ. കുറച്ച് വെളുത്തുള്ളി,